സ്റ്റോറി എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്ലസൻറ്റ് ഒരു സ്മൈൽ എൻ്റെ ഫേസിൽ ഈ സ്റ്റോറിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ പ്രോമിസ് ചെയ്യാണ്, നിങ്ങളിത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒന്ന് ചിരി വരും. അപ്പം എന്തായാലും സ്റ്റോറിയിലേക്ക് പോവാം. ഞങ്ങളുടെ ലവ് സ്റ്റോറി തുടങ്ങുന്നത് 2014 ജൂൺ 14 10th കഴിഞ്ഞ് +1 ചേർന്ന ഫസ്റ്റ് ഡേ. അന്ന് എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസ്സിൽ. കാരണം ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ട്യൂഷൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞു അവന്മാരൊക്കെ എൻ്റെ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ സയൻസ് ബാച്ചിൽ തന്നെ ആയിരുന്നു എന്ന്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും സെക്കൻഡ് തേർഡ് ലാസ്റ്റ് ബെഞ്ചും ഇന്ന് സംസാരിക്കായിരുന്നു. അങ്ങനെ സ്കൂൾ ബെല്ലടിച്ചു, പ്രെയർ കഴിഞ്ഞു, ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. ഓരോരുത്തരെ പരിചയപ്പെടാനും തുടങ്ങി. അപ്പോൾ ഒക്കെ ഞാൻ ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു അടഞ്ഞ നല്ല സ്വീറ്റ് ആയിട്ടുള്ള വോയിസിൽ ഒരു പെൺകുട്ടി മേ കം ടീച്ചർ എന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. ആ വോയിസ് കേട്ടപ്പോൾ ഞാൻ എന്താ പറയാ, ഒരു പ്രത്യേക തരം ഫീലായിരുന്നു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ഫീൽ കിട്ടി. നെഞ്ചിടിക്കാൻ തുടങ്ങി. വല്ലാണ്ട് കണ്ണൊക്കെ അങ്ങ് നല്ലോണം ഓപ്പണായി. മൊത്തത്തിലൊരു പറയാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. അങ്ങനെ ഞാൻ ഡോറിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ തിളങ്ങിയ കണ്ണുകളും മഞ്ഞ ടോപ്പും ബ്ലൂ ജീൻസ് ഇട്ടൊരു പഴഞ്ച ബാഗ് ഇട്ടൊരു സുന്ദരി കുട്ടി. സുന്ദരി കുട്ടി എന്ന് പറഞ്ഞാൽ മതിയാവില്ല, ഷീ ഈസ് എ ഷ്യൂർ ബ്യൂട്ടി. എന്നിട്ടങ്ങനെ അവൾ ക്ലാസ്സിൽ കയറി 4ാമത്തെ 5ാമത്തെ ബെഞ്ചിലാണെന്ന് തോന്നുന്നു അവൾ ഇരുന്നത്. ഞാൻ അവളെ നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ടീച്ചർ അവൾ ഇരിക്കുന്ന ബെഞ്ചിനടുത്തെത്തിയപ്പോൾ ഞാൻ വല്ലാണ്ട് അങ്ങ് എക്സൈറ്റഡ് ആയി. കാരണം എനിക്ക് അവളുടെ പേരറിയാൻ പറ്റില്ല. അങ്ങനെ അവൾ അവളുടെ അടഞ്ഞ സ്വീറ്റ് വോയിസിൽ പേര് പറഞ്ഞു, കൃഷ്ണ. അവളുടെ പേര് കൂടി കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീല് തോന്നി. ബിക്കോസ് അവളുടെ ആ ലുക്കിനും വോയിസിനും മൊത്തത്തിൽ അവൾക്ക് ആ പേര് നല്ലോണം ചേരും. പിന്നെ എനിക്ക് കൃഷ്ണ എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടാട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അവളെ നോക്കിയിരിക്കും. ക്ലാസ്സിലെന്തോ വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. ഇതുവരെ വേറെ ഒരു പെൺകുട്ടിയോടും തോന്നാത്ത ഒരു പ്രത്യേക ഇഷ്ടം എനിക്ക് അവളോട് തോന്നുന്നുണ്ടായിരുന്നു. ഒരു തരം പ്യുവർ ലവ്. അങ്ങനെ പയ്യെ ക്ലാസ്സിലെ എല്ലാവരുമായിട്ടും ഞാൻ നല്ല കമ്പനിയായി. ഒരു ദിവസം ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ അവളുടെ ഇന്ത്യയിൽ കോമൺ ആയിട്ടുള്ളൊരു ബെസ്റ്റിയായിരുന്നു ഒരു പെൺകുട്ടിയാട്ടോ. അവളോട് ഞാൻ പറഞ്ഞു, എടി എനിക്ക് നമ്മുടെ ക്ലാസ്സിലെ പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാടി. അപ്പം അവള് ചോദിച്ചു, ആരാടാ അത്? അതും നമ്മുടെ ക്ലാസ്സിൽ സായുവാണോ അതോ അലീനയാണോ? അങ്ങനെ അവള് കുറച്ച് പേരുകൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരാരും അല്ലടി, കൃഷ്ണയോടെ എനിക്ക് ഇഷ്ടം തോന്നാൻ. അവളത് കേട്ടതും ഷോക്കായിട്ട് എന്നോട് ചോദിച്ചു, ഏത് സായിൻ്റെ ഒപ്പം ഇരിക്കുന്ന കൃഷ്ണയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ആ അവൾ തന്നെ. എന്തേടി? ഞാനങ്ങനെ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, എടാ നിനക്ക് എങ്ങനെയാണ് അവളെ ഇഷ്ടമായേ? ഒന്നാമത്തെ ക്ലാസ്സിൽ അവൾ വളരെ കുറച്ച് പേരോടാണ് സംസാരിക്കുന്നത്, അതും അവളുടെ ബെഞ്ചിലിരിക്കുന്നവരോട് മാത്രം. പിന്നെ ബ്രേക്ക് ടൈമിലാണെങ്കിൽ പുസ്തകം തുറന്നേ ഇരിക്കുള്ളൂ, ആരോടും സംസാരിക്കുകയില്ല. എങ്ങനെയാണ് നിനക്ക് അവളെ ഇഷ്ടമായേ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അവൾ ക്ലാസ്സിൽ വന്ന് കയറി അന്ന് തൊട്ട് എനിക്ക് അവളെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ എൻ്റെ ചങ്സിനോടൊന്നും ഇക്കാര്യം പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്ലാസ് ഫുള്ള് പാട്ടാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ എൻ്റെ ചങ്കത്തി ഡെയിലി അവളെ പറ്റി സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എൻട്രൻസ് ക്ലാസ്സിൽ പോവുമായിരുന്നേ. ക്ലാസ് തുടങ്ങി അന്ന് തൊട്ട് തന്നെ ഞാൻ എൻട്രൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ക്ലാസ് കഴിഞ്ഞ് ഒരു സൺഡേ ഞാൻ എൻട്രൻസ് ക്ലാസ്സിൽ കയറിയപ്പോൾ ഗേൾസിൻ്റെ സൈഡിൽ ഫസ്റ്റ് ബെഞ്ചിൽ റൈറ്റ് സൈഡിൽ അറ്റത്ത് ചുമന്നോട് ചേർന്ന് ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. എനിക്ക് ബാക്ക് മാത്രമേ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് തോന്നി പെൺകുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. നമ്മൾ സ്നേഹിക്കുന്ന ആളെ ദൂരത്തുനിന്ന് എങ്ങനെ കണ്ടാലും നമുക്ക് മനസ്സിലാവാതിരിക്കില്ലല്ലോ. അങ്ങനെ തന്നെ ഇവിടെ എൻ്റെ കാര്യത്തിലും സംഭവിച്ചു. എന്നിട്ട് ഞാൻ പയ്യെ ഫ്രണ്ടിലേക്ക് പോയി നോക്കിയപ്പോൾ അവളായിരുന്നു അവിടെ ഇരിക്കുന്നത്. ഞാൻ വല്ലാണ്ട് എക്സൈറ്റഡ് ആയി. എങ്ങും ഇല്ലാത്തൊരു സന്തോഷം, തുള്ളി ചാടാനൊക്കെ വന്ന് തോന്നിയത്. പിന്നെ അവളെ വിളിച്ച് കൃഷ്ണ ഹായ് എന്ന് പറയാൻ തോന്നി. പക്ഷേ അപ്പോൾ തൊണ്ട വല്ലാണ്ടങ്ങ് വരണ്ടു. പിന്നെ ഞാൻ പോയി കുപ്പിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് കൃഷ്ണ ഹായ് എന്ന് പറഞ്ഞു കൈ കാണിച്ചപ്പോൾ അവള് തിരിഞ്ഞു നോക്കി.
ഹായ് ശരത്തെ, നീ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നോ? എന്നിട്ടാ നീ ഇവിടെ ചേർന്നേ എന്നവള് ചോദിച്ചത് എൻ്റെ ഉള്ളിൽ ബട്ടർഫ്ലൈസ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു വല്ലാത്ത ഫീലായിരുന്നു. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, നമ്മളെ സ്കൂളിൽ തുടങ്ങിയ അന്ന് തൊട്ടേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ സംസാരത്തിന് ശേഷം ഞങ്ങൾ തീരെ സംസാരിച്ചിട്ടില്ല. കണ്ടാലൊന്ന് ചിരിക്കും എന്നല്ലാതെ സംസാരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ നല്ല പേടിയായിരുന്നു. ആ പേടി എന്തിനായിരുന്നു എന്ന് ഒട്ടും അറിയില്ല. അങ്ങനെ ഈ കാര്യം പിറ്റേന്ന് ക്ലാസ്സിൽ ചെന്നപ്പോൾ ഞാൻ എൻ്റെ ചങ്കത്തിയോട് പറഞ്ഞു. അവള് ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്നെ കൊച്ചു കള്ളാന്നൊക്കെ വിളിച്ച് കളിയാക്കി. അങ്ങനെ ഞങ്ങൾ ദിവസം അവളെ പറ്റി സംസാരിച്ച് ഒരു ദിവസം, അതായത് ഒക്ടോബർ 27, എനിക്ക് അവളോടുള്ള ഇഷ്ടം തുറന്നു വരാൻ തീരുമാനിച്ചു. എന്നിട്ട് അന്ന് ക്ലാസ്സിൽ അവളോട് ഞാൻ പറഞ്ഞു, കൃഷ്ണയെ വൈകുന്നേരം ക്ലാസ് വിടുന്ന നേരത്ത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അവൾ സ്കൂൾ ഗേറ്റിന്റെ അടുത്ത് നിന്നു. ഞാൻ അവളോട് പറഞ്ഞു, ഇടി ഞാൻ സൈക്കിൾ എടുത്തിട്ട് ഇതേ വരാട്ടോ. എന്ത് സൈക്കിൾ എടുക്കാൻ പോയ നേരം ആണെങ്കിൽ സൈക്കിളിന്റെ ബാക്ക് ടയർ പഞ്ചറായിരിക്കുന്നു. അപ്പൊ ഞാൻ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഇതുപോലെ എന്റെയും പഞ്ചറാവല്ലേ. അങ്ങനെ സൈക്കിൾ ഓടി അവളുടെ അടുത്തെത്തി. അവളോട് പറഞ്ഞു, കൃഷ്ണ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നിട്ട് അവള് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ എൻ്റെ കൂടെ വാ. അങ്ങനെ ഞാൻ അവളുടെ കൂടെ നടന്നു. അവള് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം എന്നെ വല്ലാണ്ട് അസ്വസ്ഥനാക്കി, വല്ലാണ്ട് വിഷമാക്കി. എനിക്കങ്ങ് കരയാനൊക്കെ തോന്നി. ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞല്ലേ ഉള്ളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ അവൾ റെഡിയല്ലാന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ. അങ്ങനെ വീട്ടിൽ പോയി. അന്നത്തെ ദിവസം ഞാൻ ഫുള്ള് ഡെസ്പായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ വല്ലാണ്ട് കരഞ്ഞു. അത്രയ്ക്ക് ഇഷ്ടമായിപ്പോയി അവളെ. എത്ര പറഞ്ഞിട്ടും എനിക്ക് വിടാൻ തോന്നുന്നില്ല അവളെ. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ എൻ്റെ ചങ്കത്തി ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, എടാ ശരത്തെ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ എന്തൊക്കെ കാണിക്കുമെന്ന് ദൈവത്തിന് പോലും അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? നീ ഇങ്ങനെ തുള്ളിച്ചാടാതെ കാര്യം പറയേ. അപ്പൊ അവള് പറഞ്ഞു, എടാ അവൾ ഇന്നലത്തെ കാര്യം അവളുടെ അമ്മയോട് പറഞ്ഞടാ. അവള് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ അവളോട് ചോദിച്ചു, എടി സീനാകോ, എനിക്ക് പേടിയാകുവാണ്. അപ്പൊ അവള് പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കണ ചക്ക, ഞാൻ ഫുള്ള് പറയട്ടെ, നീ ഇനി ഒരക്ഷരം മിണ്ടരുത്. എന്നിട്ട് അവള് പറഞ്ഞു, എടാ അവൾ ഇന്നലത്തെ നിങ്ങളുടെ കാര്യം ഫുള്ള് പറഞ്ഞു. നീ അവളോട് പറഞ്ഞതും അവള് നിന്നോട് പറഞ്ഞതും ഒക്കെ. എന്നിട്ട് അവളുടെ അമ്മ പറഞ്ഞു എന്ന് നീ എന്തിനാണ് മോളെ അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയെ? പാവം അവന് നിന്നോടുള്ള ഇഷ്ടം പറഞ്ഞല്ലേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, കഷ്ടമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനത് കേട്ടത് വണ്ടടിച്ച് ആകെ കിളി പോയി. ഒരൊറ്റ ഇരിപ്പായിരുന്നു മനസ്സിൽ. എന്നിട്ട് വെള്ളം കുടിച്ചു കുറച്ച്. അപ്പോഴാണ് ശ്വാസം നേരെ വീഴാൻ. എനിക്ക് പിന്നെ എന്തൊക്കെയാ തോന്നിയെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് അവള് കയറി വരുന്നു. പക്ഷെ അവളെന്നെ മൈൻഡ് ചെയ്യില്ല കേട്ടോ. പാവം തലേന്ന് പറഞ്ഞതിൻ്റെയൊക്കെ ചമ്മലാവും. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ സ്നേഹിത്തേ ഇല്ല. പക്ഷെ എന്നും ക്ലാസ്സിലിരുന്ന് ഞാൻ അവളെയും അവൾ എന്നെയും നോക്കും. അവൾ എന്നും ചങ്കത്തിയോട് എന്നെ കുറിച്ച് അന്വേഷിക്കും, കുറെ ചോദിക്കും. അതൊക്കെ ചങ്കത്തി എന്നോട് വന്ന് പറയും. ഇതായിരുന്നു റൂട്ടീൻ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവളെ കണ്ട് ഇവളുടെ വീട് കണ്ടുപിടിച്ചു. ഇവളുടെ വീട് വേറെ എവിടെ അല്ലായിരുന്നു, എൻ്റെ അമ്മാവൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അതും കൂടി ആയപ്പോൾ എനിക്ക് എങ്ങും ഇല്ലാത്ത സന്തോഷമായിരുന്നു. ഞാനും എൻ്റെ അനിയത്തിയും ഇടയ്ക്കിടയ്ക്ക് അമ്മാവൻ്റെ വീട്ടിൽ പോകും. അവിടെ ചേട്ടനും അനിയത്തിയും ഉണ്ട്. അവിടെ അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിക്കും. അങ്ങനെ എനിക്ക് ഒരു സാറ്റർഡേ അമ്മാവൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയാൽ പിന്നെ പിറ്റേന്നല്ലേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ എൻട്രൻസ് ക്ലാസ്സിൽ പോകാനുള്ള ബുക്സൊക്കെ എടുത്താണ് പോയത്. പിറ്റേന്ന് കാലത്ത് ബസ് കാത്ത് നിൽക്കുമ്പോൾ അവള് സൈക്കിളിൽ ചവിട്ടി ബസ് സ്റ്റാൻഡിൽ വന്നേക്കണം. അവളും ഞാനും പോണ സെയിം ബസ് തന്നെയാട്ടോ. അങ്ങനെ നല്ലൊരു ഷേക്ക് ഹാൻഡോടുകൂടി ഗുഡ് മോർണിംഗ് പറഞ്ഞു. അന്നാണ് ഞാൻ അവൾ ആദ്യമായിട്ട് തൊടുന്നത്. അതൊരു ജാതി ഫീലായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കളിപ്പിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. എനിക്ക് വട്ടാന്ന് തോന്നും, പക്ഷെ
എനിക്ക് ആത്മാർത്ഥമായി ഇഷ്ടം തോന്നിയത് അവളോട് മാത്രമായിരുന്നു. അതുകൊണ്ടായിരിക്കും. പിന്നെ അങ്ങനെ ഞങ്ങളുടെ +1 കഴിഞ്ഞ് +2 തുടങ്ങി. അപ്പോൾ ആളൊന്ന് മാറിട്ടോ, ലുക്കിലും. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഫുൾ ചില്ലായി. അവൾ എന്നിട്ടും എന്നോട് പഴയതുപോലെ തന്നെയായിരുന്നു, മിണ്ടാട്ടം കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ +2 ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ആയിരുന്നു, February 12th. വാലന്റൈൻസ് വീക്ക് ആണെന്ന് കൂടി ഓർക്കണം കേട്ടോ. അന്ന് ക്ലാസ്സിൽ ഒരുത്തി എന്നോട് വന്ന് പറഞ്ഞു, എടാ കൃഷ്ണയ്ക്ക് എന്തോന്ന് പറയാനുണ്ട്, വൈകുന്നേരം നീ ക്ലാസ് നിൽക്കണേ. അപ്പം ഞാനങ്ങ് ഫുൾ എക്സൈറ്റഡ് ആയി. അങ്ങനെ വൈകുന്നേരം ക്ലാസ് വിട്ടപ്പോൾ ബുക്ക് എടുത്ത് നിൽക്കുന്ന പോലെ അഭിനയിച്ചു നിന്നു. ഞാനും അവളും ഒരേപോലെ അഭിനയിച്ചു നിന്നത്. പക്ഷെ അപ്പോഴേക്കും പ്രിൻസിപ്പൽ സാറൊന്ന് വന്നു ക്ലാസ്സിലേക്ക്. എന്താടാ പോണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദേ ഇറങ്ങാ സാറ്, ബുക്സ് എടുത്ത് വെക്കാൻ റെക്കോർഡുകൾ കുറേ ഉണ്ട്, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് സാർ അപ്പം തന്നെ പോയി. അവള് കിച്ചു പറഞ്ഞു, നീ ട്യൂഷൻ ക്ലാസ്സിലോട്ട് വാ. അത് കേട്ടത് ഞാൻ സൈക്കിളിൻ്റെ അടുത്തേട്ട് വന്ന് ഓടി. വേഗം സൈക്കിൾ എടുത്ത് ഒരൊറ്റ പോക്കായിരുന്നു. സാധാരണ 15 മിനിറ്റ് എടുത്ത് വീട്ടിലെത്തണം ഞാനെന്ന് 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തി. അപ്പോൾ ഓർക്കണം എൻ്റെ സ്പീഡ്. വീട്ടിലെത്തിയതും വേഗം വേഗം ബാഗിന് ചോറ് പൊതിയെടുത്ത് പിന്നെ ട്യൂഷൻ ബുക്സൊക്കെ എടുത്ത് വെച്ച് വേഗം കുളിച്ച് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സും ചെയ്ത് കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ച് 5 മിനിറ്റ് കൊണ്ട് ട്യൂഷൻ ക്ലാസ്സിലെത്തി. എൻ്റെ ഫ്രണ്ട്സിൻ്റെ, അതായത് എൻ്റെ ചങ്കന്മാരുടെ അടുത്ത് ഞാൻ +2 തുടങ്ങിയ ടൈമിൽ കാര്യം പറഞ്ഞു. ഇങ്ങനെ എനിക്ക് അവളോട് ഇഷ്ടമാണ് എന്ന് ഫുൾ കഥ പറഞ്ഞു കൊടുത്തു. അവന്മാർക്ക് ആകെ വല്ലാണ്ടായി. പിന്നെ ഫുൾ സപ്പോർട്ടായിരുന്നു. വേറെ ആരും അറിഞ്ഞില്ല. അങ്ങനെ അന്ന് ട്യൂഷൻ ക്ലാസ് എത്തിയപ്പോൾ അവന്മാർ ചോദിച്ചു, അവളെന്ന് പറയില്ലേന്ന്, നിങ്ങൾക്കൊരു സ്പേസ് വേണ്ടേ? ഞാൻ പറഞ്ഞു, വേണം വേണം, പക്ഷെ എവിടെയാടാ കിട്ടാ ഒരു സ്പേസ്? അപ്പോൾ അവന്മാരും പറഞ്ഞു, വരാന്തയിലോട്ട് എല്ലാ പിള്ളേരും നിർത്തിയിട്ട് ഞങ്ങളെ മാത്രം ക്ലാസ്സിലേക്ക് കയറ്റി. എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ അപ്പോൾ അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, ഒന്നുമില്ലടാ, ഐ എം സോറി, എന്നെ കൊണ്ടിത് പറ്റില്ല. ഞാനത് കേട്ടത് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ടോയ്ലറ്റിലേക്ക് ഓടി. അവിടെ എത്തിയിട്ട് ഞാൻ വല്ലാണ്ട് അങ്ങ് കരഞ്ഞു. കൂട്ടുകാർ വന്ന് ചോദിച്ചു, എന്താ അവള് പറഞ്ഞു, അങ്ങനെയൊക്കെ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അവന്മാർ നേരെ അവളുടെ അടുത്തേക്ക് ഓടി. അവളോട് പറഞ്ഞു, എന്തിനാടി അവനെ ഹോപ്പ് കൊടുത്തിട്ട്, പാവം ചെക്കൻ 2 കൊല്ലമായി നിനക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്ത്. വേറെ എത്ര പെമ്പിള്ളേർ അവിടെ നോക്കിയതെന്ന് നിനക്കറിയാവോ? അവരോട് 4-5 പിള്ളേർ പെമ്പിള്ളേർ പ്രപ്പോസ് ചെയ്തതാ. അതും അവൻ്റെ വരയ്ക്കാനുള്ള കഴിവും അവൻ്റെ സ്റ്റേറ്റ് ലെവൽ ഡ്രോയിങ് ഫസ്റ്റൊക്കെ കിട്ടിയ അവനെ നിനക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഫുൾ ഫാൻസ് ചെക്കൻ ഉണ്ടായിട്ടും അവൻ അതൊക്കെ റിജക്റ്റ് ചെയ്ത് നിന്റെ പുറത്തേക്ക് വന്നു. അത് നിനക്ക് വേണ്ടി മാത്രമായിരുന്നു. അത് കേട്ട ഉടനെ അവള് പറഞ്ഞു, നിങ്ങൾ പോയി അവനെ വിളിച്ചിട്ടോ, എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ അവർ വന്ന് എന്നെ വിളിച്ചു. ഞാൻ വേഗം ക്ലാസ്സിലേക്ക് ഇരുന്നു. വീണ്ടും ക്ലാസ്സിൽ ഞാനും അവളും മാത്രം. അപ്പോൾ അവൻ എൻ്റെ കൈ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഐ എം സോറി, ഐ ലവ് യു സോ മച്ച്. എന്നിട്ട് അവൾ വീണ്ടും പറഞ്ഞു, നീ എനിക്ക് പ്രോമിസ് താ, നീ ഒരിക്കലും എന്നെ കൈവിടില്ലാന്ന്. ഞാൻ അവളുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല, നിന്നെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ, നിന്നെ മാത്രമേ മതി എനിക്ക്. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. ഐ ലവ് യു സോ മച്ച് ഡി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കണ്ണു കറങ്ങി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു തുടച്ചു ചിരിച്ചോണ്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. നെറ്റി മുട്ടിച്ചു. അപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്ന് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു. ഇപ്പോൾ അവളുടെയും എൻ്റെയും വീട്ടിൽ എല്ലാവർക്കും അറിയാം, നല്ല രീതിയിൽ ഹാപ്പിയായി 5 years ആവാൻ പോകുന്നു ഈ February 12th. ഇതാണ് നമ്മുടെ സ്റ്റോറി. എനിക്കിത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസിലൊരു ചിരി വന്നു. എനിക്കൊന്ന് ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ഫേസിലൊരു കുഞ്ഞു ചിരി വരും. മാത്രമല്ല രണ്ടുപേരുടെയും ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. 5 year ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ ജെന്യുവൻ ലവ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും ജസ്റ്റ് ഫോർ ഫൺ അല്ലെങ്കിൽ ജസ്റ്റ് ടൈം പാസ് ഇങ്ങനൊരു ടൈമിൽ ഇത്രയും +2 തുടങ്ങിയ ഒരു പ്രണയം, അത് +1 10th കഴിഞ്ഞപ്പോൾ ആ ഒരു ടൈമിൽ തുടങ്ങിയൊരു റിലേഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് 5 year ആനിവേഴ്സറി, സപ്പോർട്ട് ഓഫ് യുവർ ഫാമിലി, ഇതിൽ പകരം നിങ്ങൾക്ക് എന്താ വേണ്ട ലൈഫിൽ? അപ്പോൾ
ഈ ഒരു ലവ് അതിങ്ങനെ പോട്ടെ, തുടർന്നുകൊണ്ട് പോട്ടെ, നന്നായിട്ട് നിങ്ങളുടെ ലൈഫ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ലൈഫ് ലോങ് ഇങ്ങനെ പോട്ടെ. സോ ബൈ ബൈ, ടേക്ക് കെയർ.